അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിലേക്ക് വന്നെത്തിയപ്പോൾ, ഇസ്ലാമിന്റെ സന്ദേശത്തിലേക്ക് അവിടുന്ന് ജനങ്ങളെ ക്ഷണിക്കാൻ ആരംഭിച്ചപ്പോൾ, നിങ്ങൾക്കറിയാം മക്കയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ, അവർക്കിടയിൽ പലവിധത്തിലുള്ള തിന്മകളുണ്ട്, അവർക്കിടയിൽ പലവിധത്തിലുള്ള വൃത്തികേടുകളുണ്ട്, അസാംസ്കാരികമായ പ്രവർത്തനങ്ങളുണ്ട്, അനാവശ്യ കാര്യങ്ങൾക്ക്, നിസ്സാരമായ കാര്യങ്ങൾക്ക് മനുഷ്യരുടെ രക്തം ചിന്തുന്ന, മൂക്കുമുട്ട മദ്യം കുടിക്കുന്ന, ധാരാളക്കണക്കിന് തിന്മകളിൽ ഏർപ്പെടുന്ന ജാഹിലിയ്യ സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെത്തുന്നത്. ആ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ വന്നെത്തുമ്പോൾ അവിടുന്ന് ആദ്യമായി അവരോട് പറയുന്ന കാര്യം, ആദ്യമായി അവരോട് കൽപ്പിക്കുന്ന കാര്യം, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ആദ്യത്തെ കൽപ്പന അതാണ്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ. ഒരാൾ മുസ്ഹഫ് തുറന്നു വെച്ചാൽ, അതിന്റെ ആയത്തുകൾ പാരായണം ചെയ്തു തുടങ്ങിയാൽ, ആദ്യമായി ഖുർആനിൽ കാണുന്ന ആദ്യത്തെ കൽപ്പന, ഒന്നാമത്തെ കാര്യം, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ എന്നതാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉബ്ദു റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി നിങ്ങൾ മാറുക. ഇബാദത്തുകളായി നിസ്കാരമുണ്ടോ, നോമ്പുണ്ടോ, സക്കാത്തുണ്ടോ, ഹജ്ജുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, സഹായതേട്ടമുണ്ടോ, തവക്കുലുണ്ടോ, ഇസ്തിആനത്തുണ്ടോ, ഇസ്തിഗാസയുണ്ടോ, ഏതൊരു ഇബാദത്താകട്ടെ, ആ ഇബാദത്തുകളെല്ലാം ഉഅ്ബുദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ളവരെയും പടച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനും മാത്രം നിങ്ങൾ ഇബാദത്തുകൾ സമർപ്പിക്കൂ എന്നതാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന. മദ്യപിക്കരുത് എന്നല്ല, മോഷ്ടിക്കരുത് എന്നല്ല, കൊലപാതകം നടത്തരുത് എന്നല്ല, അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്നല്ല. ഒന്നാമത്തെ കൽപ്പന, ആദ്യത്തെ വിഷയം, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അതാണ് ആദ്യത്തെ കൽപ്പന. ഏതാണ് വിശുദ്ധ ഖുർആനിൽ കാണുന്ന ആദ്യത്തെ വിലക്ക്? ചെയ്യാൻ പാടില്ലെന്ന് അല്ലാഹു വിലക്കിയ ഒന്നാമത്തെ തിന്മ ഏതാണ്? അതിന് തൊട്ടടുത്തുള്ള ആയത്തിൽ നിങ്ങൾക്ക് കാണാം, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, അല്ലയോ ജനങ്ങളെ, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കരുത്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കാൻ പാടില്ല. അല്ലാഹുവിനുള്ള ഇബാദത്തിൽ നിങ്ങൾ പങ്കാളികളെ നിശ്ചയിക്കാൻ പാടില്ല. അതാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വിലക്ക്. ആദ്യമായി അല്ലാഹു വിലക്കുന്ന കാര്യം അതാണ്. ഖുർആൻ എടുത്തു നോക്കിയാൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. رب زدني علما